പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളി തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. കൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. നവോമി ജീവിക്കും മറ്റുള്ളവരിലൂടെ. വാഹനാപകടത്തിൽ മരിച്ച നവോമിയുടെ അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്തു. തിരുവല്ലോമലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കയ്പമംഗലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട വട്ടണാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂളിന് അവധി നൽകിയ അധികൃതർ. മേലൂർ പൂലാനിയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ. വാർത്തകളിലേക്ക് വിശദമായി. വാടാനപ്പള്ളി പഞ്ചായത്തിലെ തീരദേശത്ത് കടലേറ്റം രൂക്ഷം. പൊക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കടലേറ്റത്തെ തുടർന്ന് തെങ്ങുകൾ കടപുഴകി വീണു. പലയിടത്തും സീവേൾഡ് റോഡിന്റെ പകുതിയോളം തിരയടിച്ച് തകർന്ന നിലയിലാണ്. വീടുകളിലേക്ക് വെള്ളം കയറിയതോടെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ മൺവരമ്പുകൾ തീർത്താണ് തടയിടുന്നത്. 300 മീറ്ററോളം കടൽഭിത്തി നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ. വിഷയത്തിൽ നിരവധി പരാതികൾ അധികാരികൾക്ക് നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് അവഗണിക്കുകയാണെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ ഇത്രയും ചെലവാക്കി. 58 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഈ 2 കൊല്ലാണ് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട്. ഞങ്ങൾക്ക് ആരും എവരില്ലാത്തവർ. ഞങ്ങൾ പെണ്ണുങ്ങൾ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ പോവുക. അവരിതിന് പരിഹാരങ്ങളെ ഞങ്ങൾ വീടൊക്കെ വെള്ളടിച്ച് പോകില്ല. ഇവിടെ മരത്തി പറവർക്ക് ഫണ്ടില്ല, പറവർക്ക് ഫണ്ടില്ലാന്ന്. ഇനിയും കടലാക്രമണം രൂക്ഷമായാൽ നിരവധി വീടുകളിൽ വെള്ളം കയറി താമസയോഗ്യമല്ലാതാകുമെന്നും തീരദേശത്തോട് ചേർന്നുള്ള വീടുകൾ നിലംപൊത്തുമെന്ന അവസ്ഥയാണെന്നും സമീപവാസികൾ ചൂണ്ടിക്കാട്ടി. അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്ന് പഞ്ചായത്ത് അംഗം നൌഫൽ വലിയകത്ത് പറഞ്ഞു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ ഭദ്രപ്പള്ളി മുതൽ ഫസൽ നഗർ വരെ വളരെ രൂക്ഷമായ കടൽക്ഷോഭം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടുത്തെ തീരത്തെ സംരക്ഷിക്കുന്നതും ഇവരുടെ ജീവനും സ്വത്തിനും വില കൽപ്പിച്ചുകൊണ്ട് ഒരു സംരക്ഷണം നൽകണമെന്നും. ഇന്നിപ്പോ 2-3 ദിവസമായിട്ടുള്ള ഈ ഒരു ഇതിൽ ഈ റോഡ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലുള്ളത്. ഇവിടെ ഈ റോഡ് കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്കൊരു സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു കുടിവെള്ളത്തിന്റെ വെള്ളം വണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ വേറൊരു വഴി ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഇവിടുത്തെ അധികാരികൾ കാണേണ്ടതുണ്ട്. എല്ലാ പ്രാവശ്യവും എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇത്തവണയും അധികാരികൾ വന്നിട്ട് എന്തിന് സന്ദർശിച്ച് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ നമുക്ക് വേണ്ടത് ഇതിനൊരു ഉത്തമ പരിഹാരമാണ്. വാടാനപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ സുധർമൻ, ഷെറീന ഷഫീർ, വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഫാസിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV തൃപ്രയാർ. വാളകത്ത് അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച വടക്കാഞ്ചേരി സ്വദേശിനി നവോമി ജീവിക്കും മറ്റുള്ളവരിലൂടെ. 6 പേർക്ക് പുതുജീവനേകിയാണ് നവോമി യാത്രയായത്. നവോമിയുടെ ഹൃദയവാൽവ് ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 1 കിഡ്നി കിംസിലേക്കും 1 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും കണ്ണുകൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും രക്തക്കൊഴലുകൾ ശ്രീചിത്രയിലേക്കും കൈമാറി. അവയദാന നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി OJ ജനീഷ് ഇടപെട്ടിരുന്നു. അമ്മയ്ക്കും സഹോദരനുമൊപ്പം പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ 24-നായിരുന്നു അപകടം സംഭവിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നവോമിയുടെ അമ്മ ജിപ്സിയെയും സഹോദരൻ ജോയലിനെയും തിങ്കളാഴ്ച രാവിലെയാണ് മരണവിവരം അറിയിച്ചത്. തിരുവല്ലോമലയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കുത്താമ്പുള്ളി സ്വദേശി ഗോവിന്ദനുണ്ണിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരവത്തൊടി UM-LP സ്കൂളിന് മുന്നിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ വീടിന് മുന്നിലേക്കാണ് കാർ പാഞ്ഞു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും സമീപത്തെ വൈദ്യുതി പോസ്റ്റും കാർ ഇടിച്ചു തകർത്തു. അപകടം നടക്കുന്ന സമയത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലോ വീടിന്റെ മുൻപിലോ ആളുകളില്ലാതിരുന്നതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. റോഡിന് കുറുകെ പട്ടി ചാടിയതിനെ തുടർന്നാണ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞത്. കയ്പമംഗലത്ത് ഡീസൽ ടാങ്കർ ലോറി മറിഞ്ഞു, ഡ്രൈവർക്ക് പരിക്ക്.
ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഡീസൽ വിതരണം ചെയ്യാനായി പോയിരുന്ന മിനി ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കുഴിയിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് ടാങ്കറിലുണ്ടായിരുന്ന ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകി. വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. ക്രെയിൻ എത്തിച്ച് മറിഞ്ഞ ടാങ്കർ ലോറി മാറ്റി. മണ്ണമ്പേട്ട വട്ടണാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. തലൂരിൽ ഹോട്ടൽ നടത്തുന്ന പച്ചളിപ്പുറം സ്വദേശി വത്സല, മകൻ അരുൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ കാറ്റിലാണ് തെങ്ങ് വാനിന് മുകളിൽ വീണത്. തെങ്ങ് വീണ് വൈദ്യുതി തൂണും തകർന്നു. ഹോട്ടലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നതിനിടെയാണ് അപകടം. തെങ്ങ് വീണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് വട്ടണാത്ര റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് തെങ്ങ് മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ തൈക്കാട് ബൈക്കിടിച്ച് കാൽനട യാത്രികയ്ക്ക് പരിക്കേറ്റു. ചിറ്റാട്ടുകര അരീക്കര വീട്ടിൽ രാധയ്ക്കാണ് പരിക്കേറ്റത്. മകന്റെ ഓട്ടോറിക്ഷയിൽ തൈക്കാട് തിരുവിൽ വന്നിറങ്ങിയതായിരുന്നു. റോഡിന് എതിർവശത്തുള്ള ഹോട്ടലിൽ ജോലിക്ക് പോകാനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ബൈക്കിടിക്കുകയായിരുന്നു. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവുനായ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് തിങ്കളാഴ്ച സ്കൂളിന് അവധി നൽകി. കഴിഞ്ഞ 23-ന് സൈക്കിളിൽ സ്കൂളിലേക്ക് വരികയായിരുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ തെരുവുനായ കടിച്ചിരുന്നു. കുട്ടിയെ ആക്രമിച്ച നായയെ പിന്നീട് സ്കൂൾ പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തുകയും പരിശോധനയിൽ പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് രക്ഷിതാക്കളിലും നാട്ടുകാരിലും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചത്. സ്കൂളിന്റെ വാഹന ഷെഡിൽ തെരുവുനായ പ്രസവിച്ചതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ സ്കൂൾ പരിസരത്ത് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. സ്കൂൾ അങ്കണത്തിൽ തെരുവുനായ്ക്കൾ കൂട്ടമായി തമ്പടിച്ചതിനെ തുടർന്നാണ് 200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് സ്കൂളിന് തിങ്കളാഴ്ച അവധി നൽകിയത്. മേലൂർ പൂലാനിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജാതി, വാഴ, റബ്ബർ, കവുങ്ങ് എന്നിവ നശിച്ചു. LC നാഴിയമ്പാറ, ശിവദാസൻ മണപ്പറമ്പൻ എന്നിവരുടെ വീടുകളിലെ ഷീറ്റുകൾ പറന്നുപോയി. മണപ്പറമ്പൻ ശിവദാസന്റെ നിരവധി വാഴകളും ജാതിമരങ്ങളും കടപുഴകി. വിവരമറിഞ്ഞ് മേലൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ രാഹുൽ കൃഷ്ണൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ YS അനിൽ, പഞ്ചായത്ത് അംഗം PR പ്രദീപ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. അതിരപ്പള്ളി പുളിയിലപ്പാറയിൽ KSEB ക്വാർട്ടേഴ്സിന് സമീപം പുലി പ്രത്യക്ഷപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ ഡ്രൈവർ നിതീഷാണ് പുലിയെ കണ്ടത്. ജനൽ തുറന്നു നോക്കിയപ്പോൾ ക്വാർട്ടേഴ്സിന് മുന്നിലെ റോഡിലൂടെ പുലി നടന്നു പോകുന്നത് കണ്ട യുവാവ് ദൃശ്യം മൊബൈലിൽ പകർത്തുകയായിരുന്നു. പെരിങ്ങൽകുത്ത് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രത്തിലെ ജീവനക്കാർ താമസിക്കുന്ന സ്ഥലമാണിത്. ചുറ്റുപാടും കാടാണെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ പുലി എത്തുന്ന പതിവില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ചേലക്കരയിൽ യുവാവിനെ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കിള്ളിമംഗലം പള്ളിപ്പടി കോണോർപ്പടി വീട്ടിൽ കണ്ടന്റെ മകൻ പ്രശാന്തിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര കിള്ളിമംഗലം പള്ളിപ്പടി വടക്കുമുറി വീട്ടിൽ ശിവകുമാറിന്റെ മകൻ സുനിത്തിനെയാണ് മുൻ വൈരാഗ്യത്തെ തുടർന്ന് കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ സുനിത്ത് ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടെ പുറകിലൂടെ വന്ന് കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ സുനിത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കടങ്ങോട് പഞ്ചായത്തിലെ ആധുനിക ശ്മശാനം പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇടം സാംസ്കാരിക വേദി സെക്രട്ടറിക്ക് നിവേദനം നൽകി. പഞ്ചായത്തിന്റെ 2025-26 പദ്ധതിയിൽ ശ്മശാനം ആധുനികവൽക്കരിക്കുന്നതിനും 2026-27 പദ്ധതിയിൽ വാതക ശ്മശാനമാക്കുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പദ്ധതി രേഖയിൽ മാത്രമായി കിടക്കുകയാണ്. നിർമ്മാണത്തിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിച്ചതായി കാണുന്നില്ല. പഞ്ചായത്തിലെ ജനങ്ങൾ വലിയ തുക ചെലവാക്കി ദൂരെയുള്ള ശ്മശാനങ്ങളാണ് മൃതദേഹ സംസ്കാരത്തിനായി ആശ്രയിക്കുന്നത്. ഗ്യാസ് ക്രിമറ്റോറിയത്തിന്റെയും ഇതിലേക്കുള്ള റോഡുകളുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ഇടം സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടു. ആ പദ്ധതി പ്രകാരം ഉള്ള വർക്കുകൾ അവിടെ നടന്നു കാണുന്നില്ല. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പണി തീർത്ത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടം സാംസ്കാരിക വേദി ഒരു പരാതി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രസിഡന്റ് KR രാധിക, സെക്രട്ടറി KM അക്ബർ അലി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA ഫരീദ് അലി, ഷൌക്കത്ത് കടങ്ങോട്, EK മിനി, നാസിമ സക്കീർ, നാരായണൻ കോടനാട് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. പേരാമംഗലം മനപ്പടിയിൽ വയോധികയുടെ മാല കവർന്ന വീട്ടുവേലക്കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
തമിഴ്നാട് സ്വദേശിനി ലക്ഷ്മിയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 പവന്റെ മാലയാണ് പ്രതി കവർന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മോഷണം നടന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ 9 മാസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. പ്രായപൂർത്തിയാകാത്ത അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ബസ് കണ്ടക്ടർ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ഐക്കരപ്പറമ്പ് സ്വദേശി വലിയ പറമ്പിൽ അജിത്താണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മതിലകം സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് രജീഷ്, കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ EU സൗമ്യ, OG ഷാജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. പെരിഞ്ഞനം, മതിലകം, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുകളിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മതിലകം വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധ മാർച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ TK രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുസ്താഖ് അലി, KK അബീദ് അലി, CK ഗിരിജ, ഷീജ ബാബു, TK രാജു, PH നിയാസ്, AS സിദ്ധാർത്ഥൻ, AP ജയൻ, MS മോഹനൻ, TN ഹനോയ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്കായി വർഷം തോറും നടത്തിവരുന്ന സുഖചികിത്സയ്ക്ക് ജൂലൈ 1 തുടക്കമാകും. പുന്നത്തൂർ ആനത്താവളത്തിൽ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന റവന്യൂ സെക്രട്ടറി MG രാജമാണിക്യം ഉദ്ഘാടനം നിർവഹിക്കും. 1 മാസം നീണ്ടുനിൽക്കുന്ന സുഖചികിത്സ ജൂലൈ 30 സമാപിക്കും. സുഖചികിത്സയ്ക്ക് 9 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ദേവസ്വം തയ്യാറാക്കിയിട്ടുള്ളത്. ദേവസ്വം വെറ്റിനറി സർജൻ ഡോക്ടർ ചാരുജിത്ത് നാരായണന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ നൽകുന്നത്. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യമറിയിച്ച് ലോകകപ്പിന്റെ ആവേശം നിറച്ച് ഇരവിമംഗലത്ത് മിനി ലോകകപ്പ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒല്ലൂർ സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് അംഗം ജിത്ത് ചാക്കോയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ പ്രദേശത്തെ യുവാക്കൾ വിവിധ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച 8 ടീമുകളായി അണിനിരുന്നു. പങ്കെടുത്ത മുഴുവൻ യുവാക്കളും സംഘാടകരും തൂഫാൻ വാരിയേഴ്സായി പ്രവർത്തിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TM രാജീവ്, കോൺഗ്രസ് നേതാക്കളായ ML ബേബി, ES അനിരുദ്ധൻ, KT ബാബു, CPM നേതാക്കളായ ശശി വലിയപുരയ്ക്കൽ, വിഷ്ണു എന്നിവർ പങ്കെടുത്തു. കല്ലേറ്റുങ്ങര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ റെയിൽവേ മേൽപ്പാലം ആരംഭിക്കുന്നിടത്ത് തകർന്നു കിടക്കുന്ന ഡിവൈഡർ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. തകർന്നു കിടക്കുന്ന ഡിവൈഡർ മൂലം അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. പ്രസിഡന്റ് വർഗീസ് പന്താലൂക്കാരൻ, അഡ്വക്കേറ്റ് KF ജോസ്, സോമൻ ശാരദാലയം, ഡേവിസ് തുളുവത്ത്, അഡ്വക്കേറ്റ് പാപ്പച്ചൻ വാഴപ്പള്ളി, ഡേവിസ് ഇടപ്പള്ളി, മായ സുനിൽ എന്നിവർ പങ്കെടുത്തു. പഴയന്നൂർ തിരുവല്ലോമല പാതയിൽ കൂട്ടുപാതയ്ക്ക് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണു. മരം വീഴുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ഈ മേഖലയിൽ അപകടാവസ്ഥയിലുള്ള നിരവധി മരങ്ങൾ ഇനിയുമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ലഹരിക്കെതിരെ ചേർപ്പ് CNN ബോയ്സ് സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബോധവൽക്കരണ സൈക്കിൾ റാലി നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക PM രജനി ഫ്ളാഗ് ഓഫ് ചെയ്തു. CPOമാരായ KR രഞ്ജിത്ത്, K ദിലീപ് കുമാർ, അധ്യാപകൻ TK ബിജിൻ എന്നിവർ നേതൃത്വം നൽകി.
ലഹരിക്കെതിരെ പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു. തൃശൂർ ലഹരി വിമുക്ത മിഷന്റെ മേധാവി ജ്യോതിസ് തോമസ് ബോധവൽക്കരണ സെമിനാറിന് നേതൃത്വം നൽകി. ഫാദർ ബിനോ ബാബു ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് സ്റ്റെല്ല കെ ഇഗ്നേഷ്യസ് അധ്യക്ഷയായിരുന്നു. എ ടി തോമസ്, ജോബി ജോസ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കൊരു ചിതയൊരുക്കി സെന്റ് ആന്റണീസ് UP സ്കൂൾ പൂവത്തൂരിലെ വിദ്യാർത്ഥികൾ. ആധുനിക കാലഘട്ടത്തിൽ യുവതലമുറയുടെയും വിദ്യാർത്ഥികളുടെയും ജീവിതത്തെയും സ്വപ്നങ്ങളെയും തകർക്കുന്ന മയക്കുമരുന്ന്, മദ്യം, മൊബൈൽ ആസക്തി, പുകവലി തുടങ്ങിയ ലഹരി വസ്തുക്കളെ പ്രതീകാത്മകമായി ഒരുക്കിയ ചിതയിൽ ചാമ്പലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. ഹെഡ്മാസ്റ്റർ AD സാജു ലഹരി വിരുദ്ധ സന്ദേശം നൽകി. PTA പ്രസിഡന്റ് AR പ്രവീൺ ചിതയ്ക്ക് തീ പകർന്നു. KA ബ്രിൻഡോ, പ്രമീൻ ചാക്കോ, CJ ബിജോയ്, മേഘ ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമം നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. മാരേക്കാട് സ്വദേശി കടാമ്പറമ്പത്ത് വീട്ടിൽ ജിൻഷാദാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ പരിക്കേറ്റ അമൽ ഷായുടെ പരാതിയിലാണ് അറസ്റ്റ്. പരാതിക്കാരന് ഭക്ഷണവുമായി എത്തിയ ആളെ വീടിന് മുന്നിലെ റോഡിൽ വെച്ച് അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചാവക്കാട് ബ്ലോക്ക് തല സ്വാഗത സംഘം രൂപീകരിച്ചു. ഗുരുവായൂരിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. DYFI ബ്ലോക്ക് പ്രസിഡന്റ് ഹസൻ മുബാറക് അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ AH അക്ബർ, DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, MR രാധാകൃഷ്ണൻ, V അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി കടമ്പോറുള്ള തെക്കേത്തല ഇന്ദിരാനാരായണന്റെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. വിവരമറിയിച്ചതിനെ തുടർന്ന് സർപ്പ ടീം എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഗുരുവായൂർ NRI UAE ഫാമിലിയും ഷാംസ് AI അഹല്യ മെഡിക്കൽ സെന്റർ ദുബായും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. രാജീവ് നാരായണൻ, ഗോപി കൃഷ്ണൻ, ഗീതു കൃഷ്ണ, പ്രസന്ന, സായി ശ്രീ ജയകൃഷ്ണൻ തുടങ്ങിയവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പും സിനർജി എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ ഗണിതശാസ്ത്ര ഒളിമ്പ്യാഡ് പദ്ധതി ആരംഭിച്ചു. അരനാട്ടുകര ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പദ്ധതിയുടെ ലോഗോ പ്രകാശനം കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്ഫൈൻ, എൻട്രൻസ് പരിശീലകൻ P സുരേഷ് കുമാർ, സിസ്റ്റർ സ്മിത മെൽബൺ, എഗ്നസ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മിടുക്കരായ വിദ്യാർത്ഥികളെ സൗജന്യ പരിശീലനം നടത്തി രാജ്യത്തെ മത്സര പരീക്ഷയായ ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ എക്സാമിനേഷന് യോഗ്യരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കോടാലി KCCP ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. അഖിൽ P ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകത്തെ ആസ്പദമാക്കി നടന്ന ചർച്ച ഷോർട്ട് ഫിലിം സംവിധായകൻ VM ബിൻസാദ് ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ ഹക്കീം കളിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കവി പ്രകാശൻ ഇഞ്ചക്കുണ്ട് ചർച്ചയുടെ മോഡറേറ്ററായിരുന്നു. വായനശാല പ്രസിഡന്റ് കവിത ഗിരീഷ്, വൈസ് പ്രസിഡന്റ് PB ജോഷി, ലൈബ്രറിയൻ രാധാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ശിവപത്മം പുരസ്കാരം തിരുവില്ലോമല അയോർമഠം ആത്മവിദ്യാലയത്തിന്റെ കാവലാളായ രമേഷ് കോരപ്പത്തിന് സമ്മാനിച്ചു. ഫലകവും പ്രശസ്തിപത്രവും 10,001 രൂപ അടങ്ങുന്ന മാതൃദക്ഷിണയുമാണ് പുരസ്കാരമായി നൽകിയത്. നായർ സമാജം ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ് പുരസ്കാരദാനം നിർവഹിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, സമാജം പ്രസിഡന്റ് M നിർമ്മലൻ മേനോൻ, ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പ്, ട്രഷറർ K രവീന്ദ്രൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു. വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കുട്ടനെല്ലൂർ ഗവൺമെന്റ് കോളേജിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ അധ്യക്ഷയായി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R രമ്യ, യൂണിയൻ ചെയർപേഴ്സൺ TS മാളവിക, ഡിവിഷൻ കൗൺസിലർ ഹരീഷ് മോഹൻ, വിമുക്തി ജില്ലാ മാനേജർ വിനീത് രവി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വർണ്ണവസ്ത്ര
ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. വെങ്കിടങ്ങ് പഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിത കബീർ അധ്യക്ഷത വഹിച്ചു. പാവർട്ടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ബോക്സ് കൽവർട്ട് നിർമ്മാണത്തിന് NOC നൽകുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലപരിശോധന നടത്തി. പദ്ധതിക്ക് ഇറിഗേഷൻ വകുപ്പ് 17 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, വാർഡ് മെമ്പർ ബിന്ദു സാംസൺ, ജനപ്രതിനിധികളായ ഉമ്മർ സലീം, VJ വർഗീസ്, സുഹ്രാബി ഹമീദ്, ജിൽസ് തോമസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തിയത്. ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നു പോകുന്ന കോഴിത്തോടിന് സമീപത്തുള്ള 4-ാം വാർഡ് മൃഗാശുപത്രി പരിസരത്തുള്ള ഈ പാലം കുറച്ച് ജീർണാവസ്ഥയിലായതിനാൽ അതിൻ്റെ 2 സൈഡിലുള്ള കരിങ്കൽ ഭിത്തി ഇടിയാറായി നിൽക്കുകയാണ്. മാത്രമല്ല ഒരു സൈഡിൽ പാർശ്വഭിത്തിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് പുതുക്കി പണിയുന്നതിന് വേണ്ടി 17 ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ NOC നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ സ്ഥലം പരിശോധിച്ചിട്ടുള്ളത്. തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ SSLC പരീക്ഷ എഴുതിപ്പിച്ച് 100% വിജയം നേടിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രകടനം നടത്തി. അനുമോദന യോഗം തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ സ്റ്റാർലിൻ ഷിൻഡോ, പുഴയ്ക്കൽ ബ്ലോക്ക് മെമ്പർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി, വാർഡ് മെമ്പർ ഷീന വിൽസൺ, സ്കൂൾ പ്രിൻസിപ്പൽ MJ തോമസ്, PTA പ്രസിഡന്റ് PC ജോസ്, MPTA പ്രസിഡന്റ് മേരി ഡിംപിൾ എന്നിവർ സംസാരിച്ചു. കോവിഡ് ചികിത്സയുടെ ക്ലെയിം നിഷേധിച്ചതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരിക്ക് അനുകൂലമായി തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ വിധി. തൃശൂർ അണ്ണനല്ലൂർ സ്വദേശിനി S കവിത ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ കോരപ്പത്ത് ലൈനിലെ മണിപ്പാൽ സിഗ്ന ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർക്കെതിരെ വിധിയായത്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച മാതൃകാ കുടുംബ കൂട്ടായ്മകൾക്കുള്ള 4 അവാർഡുകൾ തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിക്ക് ലഭിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ക്ലമന്റ് വാഴപ്പറമ്പിൽ യൂണിറ്റ് ഭാരവാഹികളെ അഭിനന്ദിച്ചു. കുടുംബ കൂട്ടായ്മ ഏകോപന സമിതി കൺവീനർ KF ബെന്നി, KJ റിൻഡോ, ലെനിൻ ലൂയിസ്, KT ജെയ്സൺ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം SLC+2 വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. അന്തിക്കാട് നടന്ന അനുമോദനാദരം ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് MR മോഹനൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, സംഘം സെക്രട്ടറി ഹരിജ, KCEC നാട്ടിക മണ്ഡലം സെക്രട്ടറി MV ബിന്ധ്യ, മുൻ സംഘം പ്രസിഡന്റ് TK മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞത് കൗതുകമുണർത്തി. കോടാലി ആരോധ റിബിന്റെ വീട്ടുമുറ്റത്താണ് നിശാഗന്ധി ചെടിയിൽ കൂട്ടമായി പൂക്കൾ വിരിഞ്ഞത്. വളരെ അപൂർവമായാണ് ഇത്രയധികം പൂക്കൾ ഒന്നിച്ചു വിരിഞ്ഞു കാണാറുള്ളത്. രാത്രിയിൽ പുഷ്പിച്ച് സുഗന്ധം പരത്തുകയും സൂര്യോദയത്തിന് മുൻപേ വാടിപ്പോകുന്നതും കൊണ്ടാണ് നിശാഗന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിത്തുകൾ ഇല്ലാത്ത ഈ സസ്യത്തിന് ഇലയിൽ നിന്നാണ് പുതിയ തൈകൾ മുളച്ച് വേര് പിടിക്കുന്നത്. പൂക്കൾ വിരിയുന്നതും ഇലയിൽ നിന്നാണ് എന്നുള്ളതും കൗതുകരമാണ്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് പഴുവിൽ ഫൊറോന വികാരി ഫാദർ ജോബ് വടക്കൻ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ടെഡ്സ് കുന്നപ്പള്ളി, കൈക്കാരന്മാരായ പ്രതീഷ് ജോസ്, CJ സിജോ, ഫെബി തോട്ടുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ശുചിത്വ ഹർത്താലും ശുചിത്വ മാർച്ചും നടത്തി.
പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്സ് ശുചിത്വ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിനിത കബീർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, വെങ്കിടങ്ങ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ, മെഡിക്കൽ ഓഫീസർ ദീപക് മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ എ ജെ ഷെറിൻ എന്നിവർ സംസാരിച്ചു. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വികാരി ഫാദർ പൗലോസ് അറക്കപ്പറമ്പിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ലിൻഡോ ജോസ് പള്ളിപ്പറമ്പൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ട്രസ്റ്റി ജോർജ് വർക്കി മലയക്കുടിയിൽ, സെക്രട്ടറി ജെയിൻ ബേബി കാട്ടയിൽ, ജോയിന്റ് സെക്രട്ടറി കുഞ്ഞിമേരി അനി വലിയ പറമ്പിൽ, വനിതാ സമാജം വൈസ് പ്രസിഡന്റ് മറിയാമ വർക്കി പാലയിൽ, സെക്രട്ടറി ഫ്ലെമി ബിജു ചുണ്ടാട്ട്, ഭദ്രാസന സെക്രട്ടറി സിജി ഏലിയാസ് തേലപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം ചേർന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലോമല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ ദീപേഷ്, ദേവസ്വം മാനേജർ വിജയകുമാർ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തക ഒ രാധിക ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ സെക്രട്ടറി പി കെ അജയകുമാർ അധ്യക്ഷത വഹിച്ചു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, അസോസിയേറ്റ് സെക്രട്ടറി ടി ആർ രാജേഷ്, പ്രിൻസിപ്പൽ കെ ലേഖ, വൈസ് പ്രിൻസിപ്പൽ ഇ എം ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നത്തുകുളം റോഡിലെ കാനയ്ക്ക് സ്ലാബിടാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ കെ എച്ച് ഷാജി പഞ്ചായത്തിൽ പരാതി നൽകി. വീതി കുറഞ്ഞ കുന്നത്തുകുളം റോഡിൽ നടപ്പാതയില്ലെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ ഇരുവശത്തുമുള്ള കാനയ്ക്ക് സമീപം കുറ്റിച്ചെടികൾ വളർന്ന് കാട് പിടിച്ചതിനാൽ സ്ലാബിടാത്ത കാന കാഴ്ചയിൽപ്പെടില്ല. ഇതുകാരണം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ നിരവധി പേർ അപകടത്തിൽപ്പെടുന്നതായി പരാതിയിൽ പറയുന്നു. കൊപ്രക്കളം പഞ്ഞമ്പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൂരിക്കുഴി ആക്ഷൻ കൗൺസിൽ ജനമുന്നേറ്റ സംഗമം സംഘടിപ്പിച്ചു. റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ കെ കെ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സക്കരിയ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗങ്ങളായ വി പി ദിലീപ് കുമാർ, ഷാഹിർ പഴുംപറമ്പിൽ, ജിഷ ഉണ്ണികൃഷ്ണൻ, കോർഡിനേറ്റർ ഇ എസ് സതീശൻ, കൂരിക്കുഴി മഹല്ല് പ്രസിഡന്റ് സിറാജ് സക്കാഫി, ക്ഷേത്രം പ്രസിഡന്റ് കെ കെ ശേഖരൻ, ടി കെ ഉബൈദ്, പി എച്ച് ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള സഹകരണം ഉറപ്പാക്കി വിദ്യാർത്ഥികൾക്കും മറ്റ് മേഖലകളിലുള്ളവർക്കും ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പാർലമെന്റിൽ ഇടപെടൽ നടത്തുമെന്ന് ഓസ്ട്രേലിയൻ എം പി ഡേവിഡ് ഹോഡ്ജറ്റ് പൊയ്യയിലെ CFI കോളേജിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്തുള്ളവർ ഇന്ത്യയെന്ന് കേൾക്കുമ്പോൾ സന്ദർശിക്കുന്നത് ഡൽഹിയും മുംബൈയുമൊക്കെയാണ്. എന്നാൽ കേരളം മനോഹരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CFI മാനേജർ PJ മാത്യു, യൂജിൻ മൊറേലി, ഡോക്ടർ AS സരോജ, ഡോക്ടർ R രഞ്ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി എത്തിയ വ്യക്തിക്ക് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും നടന്നതായി പരാതി. പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വാഹനത്തിന്റെ ഡ്രൈവറും ചേർന്നാണ് തന്നെ മർദ്ദിക്കാനും അസഭ്യം പറയാനും മുതിർന്നതെന്ന് പരാതിക്കാരനായ ഷാനവാസ് ആരോപിക്കുന്നു. സംഭവത്തിൽ ഷാനവാസ് ചേലക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ വാടക സംബന്ധമായ ചില പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാനാണ് ഷാനവാസും സുഹൃത്തുക്കളും പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ ഓഫീസിലെത്തിയത്. ഓഫീസിലെത്തി വിഷയം അവതരിപ്പിക്കുന്നതിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അസഭ്യം പറയുകയും പ്രകോപിതനാവുകയും ചെയ്തുവെന്ന് ഷാനവാസ് പറയുന്നു. സ്വർണം നിരക്കിൽ TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,110 രൂപ, പവന് 1,04,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളി തീരദേശ മേഖലയിൽ കടലേറ്റം രൂക്ഷം. ഒക്കാഞ്ചേരി, ഫസൽ നഗർ എന്നിവിടങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി.
നവോമി ജീവിക്കും മറ്റുള്ളവരിലൂടെ വാഹനാപകടത്തിൽ മരിച്ച നവോമിയുടെ അവയവങ്ങൾ 6 പേർക്ക് ദാനം ചെയ്തു. തിരുവല്ലോമലയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണും ഓട്ടോറിക്ഷയും തകർത്ത് വീടിനുള്ളിലേക്ക് ഇടിച്ചുകയറി. കയ്പമംഗലത്ത് ടാങ്കർ ലോറി മറിഞ്ഞ ഡ്രൈവർക്ക് പരിക്ക്. മണ്ണമ്പേട്ട വട്ടനാത്രയിൽ ഓടിക്കൊണ്ടിരുന്ന വാനിന് മുകളിൽ തെങ്ങ് വീണ് 2 പേർക്ക് പരിക്കേറ്റു. ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തെരുവുനായ ശല്യം രൂക്ഷം. സ്കൂളിന് അവധി നൽകിയ അധികൃതർ. മേലൂർ പൂലാനിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ പരക്കനാശം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. 10ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.